മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ വേഷം മാറി ക്ഷേത്രത്തിനകത്തേക്ക് പോവാനായിട്ട് നിൽക്കുമ്പോൾ കണ്ണന്റെ ഡ്രൈവർ ആണെങ്കിൽ അയാളെ കാണുകയാണ്. ശരിക്കും ഒരു സന്യാസിയാണെന്ന് കരുതിയിട്ട് ആ ഡ്രൈവർ ആണെങ്കിൽ പ്രതാപനെ തൊഴുകുന്നൊക്കെയുണ്ട്. ഓ പൊട്ടൻ, എന്നെ മനസ്സിലാക്കിയിട്ടില്ല, ശരിക്കുള്ള സ്വാമിയാണെന്ന് കരുതിയിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ അങ്ങനെ തൊഴുകുന്നതെന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ നേരെ ചെന്ന് ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിച്ച് ഹരിഹോം ഹരിഹോം എന്നൊക്കെ പറഞ്ഞ് ആൽത്തറയിൽ വന്നിരിക്കണം. എന്നിട്ട് രണ്ട് ദമ്പതികളെ കാണുമ്പോൾ കൈനോട്ടക്കാരനാണെന്നും താൻ കൈനോക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ അയാളുടെ കൈ നോക്കി അയാളുടെ ജനനസമയവും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് ഊഹിച്ച് കറക്റ്റായി പറയുന്നു. ഇത് കേട്ട് അവർക്കാണെങ്കിൽ വിശ്വാസമാവുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് സിദ്ധയായിട്ടുള്ള അമ്മ എത്തുന്നത്. ഡ്രൈവർ ആവട്ടെ പ്രതാപൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട്. ഇത് കാണുന്ന പ്രതാപനാണെങ്കിൽ ഇനിയിപ്പോ എന്റെ വെപ്പുതാടി എങ്ങാനും ഇളകി പോയോ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഒന്ന് ശരിയാക്കുകയാണ്. അങ്ങനെ ആ അമ്മ വന്നിട്ട്, ഓ കൈനോട്ടക്കാരനാണോ? അതെ, എങ്കിലേ എന്റെ കൈയും കൂടി ഒന്ന് നോക്കി തരാമോ? അതിനെന്താ, നോക്കി തരാലോ. അങ്ങനെ അമ്മ കൈ നോക്കാനായിട്ട് നീട്ടുമ്പോ ആദ്യം നോക്കിയ ആള് വേഗം തന്നെ ഒരു 500 രൂപ എടുത്ത് പ്രതാപന്റെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നന്നായിട്ട് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ പോവുകയാണെന്ന് പറയുമ്പോൾ അമ്മ പറയാണ്, നിക്ക് എന്റെ കൈയും കൂടി നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾ പോയാൽ മതി. ഇയാളെ ശരിക്കും കൈനോട്ടക്കാരനാണെന്ന് അറിയണല്ലോ. അങ്ങനെ അമ്മയാവട്ടെ കൈ നീട്ടി കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ പ്രതാപം പറയുകയാണ്, മക്കൾ ഉപേക്ഷിച്ച് ഇപ്പൊ ക്ഷേത്രത്തിന് അകത്തും പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിന് മക്കളുണ്ടാവാൻ വേണ്ടി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? നിങ്ങൾ പേരുദോഷം കളിപ്പിച്ച സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ ആ സിദ്ധയായിട്ടുള്ള അമ്മയെ അപമാനിക്കുന്നു. എങ്കിലേ ഞാൻ നിന്റെ ഭാവി പ്രവചിക്കട്ടെ എന്ന് അമ്മ തിരിച്ചു ചോദിക്കുകയാണ്. എന്തു ഭാവി? നീ ഒരു കള്ള സ്വാമിജിയാണ്, കൈനോട്ടക്കാരനെന്നല്ല. ഇതൊക്കെ നിന്റെ വെപ്പ് താടിയാണ്, വേഷം മാറി നീ ഇവിടെ വന്നിരിക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്താ തള്ളെ ബോധമില്ലേ എന്നൊക്കെ പ്രതാപൻ തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ അമ്മ പ്രതാപന് താടിയെടുത്ത് അവിടെ നിൽക്കുന്ന ആ രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇയാള് പറയുന്നതൊക്കെ പച്ച കള്ളാണെന്ന്, എന്നെ അപമാനിക്കാനായിട്ട് ഇയാൾ ശ്രമിച്ചതാണ്. ഇത് കള്ള കൈതോട്ടക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ ഇട്ട് കൊടുക്കുകയാണ്. എന്തായാലും ഈ സമയം നാട്ടുകാരെല്ലാവരും ഓടി കൂടിയിട്ട് ആ ഒരു പ്രതാപനെ നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ജീവനും കൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ക്ഷേത്രത്തിനകത്താവട്ടെ തനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞു തന്നെ ജനിക്കണമെന്നും എല്ലാ നക്ഷത്രം ഒത്തിണങ്ങിയ ദിവസം തന്നെ ആയിരിക്കണം ആ കുഞ്ഞിന്റെ ജനനം എന്നൊക്കെ കണ്ണം പ്രാർത്ഥിക്കുന്നു. അനന്തു ആവട്ടെ ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടവും തട്ടാതെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ഇതെല്ലാം കണ്ട് വേഗം തന്നെ കണ്ണന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സാർ ഇവിടെ നിൽക്ക്, ചെറിയൊരു പ്രശ്നമുണ്ട്, അനന്ത സാർ വാ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തരെ വിളിച്ചിട്ട് പോകുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ കണ്ടം വഴി ഓടിയിട്ടുണ്ട്. അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ പറയണം, ഒരു കൈതോട്ടക്കാരനെ കള്ളനാണ്, ഒരു സിദ്ധയായിട്ടുള്ള അമ്മയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്, ആ അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അവിടേക്ക് തിരയുന്നുണ്ട്. എന്തായാലും അയാൾ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? അയാളെ കൈനോട്ടക്കാരനെന്നല്ല, ഒരു ലോറി ഡ്രൈവറാണ്, അവൾക്ക് കോറിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അനന്തുവാണെങ്കിൽ അവിടെ നിന്നും കണ്ണന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പ്രതാപൻ വേഷം മാറി വന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനോട് പറയുന്നു. സിദ്ധയായിട്ടുള്ള ഒരു അമ്മയാണത്രേ അവനെ കൈയോടെ പിടികൂടിയത്. സിദ്ധയായിട്ടുള്ള അമ്മയോ? അപ്പോ ഞാൻ കാണുന്ന അമ്മ തന്നെ ആയിരിക്കണം അതെന്നൊക്കെ കണ്ണൻ പറയുകയാണ്. എന്തായാലും അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കണ്ണ നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ണനെയും കൂട്ടിയിട്ട് അവർ പോവുകയാണ്. ഈ സമയം പ്രതാപനാവട്ടെ തന്റെ കാറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എത്രയും പെട്ടെന്ന് വേഷം മാറാമെന്ന് പറഞ്ഞ് അയാള് കരുതിയിരിക്കുന്ന കുപ്പായൊക്കെ എടുത്ത് ഇടുകയാണ്. അങ്ങനെ വേഗം തന്നെ കാറിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. എവിടെ പോയാലും തല്ലുകൊണ്ട് എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞ പ്രതാപനാണെങ്കിൽ നടു ഒഴിയണം. പെട്ടെന്നാണ് കണ്ണന്റെ കാറ് പാസ് ചെയ്തു പോകുന്നത് കാണുന്നത്. ഇത് അവൻ പോണു, ഇനി ഞാൻ എന്റെ അമ്മയോട് എന്ത് പറയും? അങ്ങനെ മുത്തശ്ശി ആവട്ടെ ഈ സമയം പ്രതാപനെയും കാത്തങ്ങനെ നിൽക്കുകയാണ്. പ്രതാപന്റെ കാറ് വരുന്നത് കാണുമ്പോൾ, എടാ എന്തായി? അമ്മേ ഇവിടുന്ന് കള്ള കൈതോട്ടക്കാരന്റെ വേഷം കെട്ടിയിട്ടല്ലേ പോയത്, അത് പിടിച്ചമ്മേ. മോഹിനിയാണെങ്കിൽ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നു. എന്തായാലും പ്രതാപന്റെ ആ ഒരു പ്ലാനിങ് പാളിപ്പോയി എന്നുള്ള കാര്യം മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം, കരുണയാവട്ടെ മഹാലക്ഷ്മി പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയും അവൾ പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയൊക്കെ കാണുമ്പോൾ ഉണ്ണിക്കും ദുർഗയ്ക്കും നല്ല സംശയം തോന്നുന്നുണ്ട്. നീ എന്തിനാ മോൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ നിനക്ക് അവൾക്ക് വാരി കൊടുത്തോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, തൽക്കാലം അത് വേണ്ട, ഞാൻ പറഞ്ഞു ചിലപ്പോൾ അവൾ അത് ചെയ്യും. അങ്ങനെ കരുണ പറയാണ്, വഴക്കൊന്നും വേണ്ട, ഞാൻ ഇതൊക്കെ ചെയ്തോളാം, ഇതൊക്കെ എന്റെ ജോലികളാണെന്ന് പറഞ്ഞ് അവള് വീണ്ടും അവരെ അവഗണിച്ചുകൊണ്ട് ജോലികൾ ചെയ്യണം. പിന്നീട് അനന്തു ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, എന്തൊക്കെയോ സംശയങ്ങൾ പ്രതാപനുണ്ട്,
മാർക്കോയോടും കൂടിയിട്ടായിട്ട് പറയുന്നത്. എങ്കിൽ പിന്നെ അവനെ എനിക്കൊന്ന് കാണണമെന്ന് മാർക്കോ പറയുകയാണ്. പിന്നീട് പ്രതാപനെ കാണാനായിട്ട് മാർക്കോ പോകുന്നുണ്ട്. എന്തായാലും കരുണയുടെ ആ മാറ്റത്തിൽ വലിയൊരു സംശയം തന്നെയാണ് ഉണ്ണിക്കും ദുർഗയ്ക്കും വന്നുകൂടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും സത്യങ്ങൾ അറിയുകയാണെങ്കിൽ കരുണയെ അവിടെ നിന്നും അവർ നിമിഷ നേരത്തിനുള്ളിൽ ആട്ടിയിറക്കുക തന്നെ ചെയ്യും. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.